നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഭൂപടം ഒന്ന് ശ്രദ്ധിക്കുക. ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രദേശം പശ്ചിമേഷ്യയാണ്, ലോകത്തിന്റെ ഊർജ്ജസിര. എന്നാൽ ഇന്ന് ഈ സിരകൾ മുറിഞ്ഞു പോയിരിക്കുന്നു. ഇസ്രയേലിന്റെ മിസൈലുകൾ ഇറാന്റെ ആകാശത്ത് തീ പടർത്തുമ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്നത് ലോകത്തിന്റെ ശ്വാസനാളമായ ഹോർമുസ് കടലിടുക്കിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ പെട്രോൾ പമ്പുകളിൽ ബോർഡ് തൂങ്ങുകയാണ്, സ്റ്റോക്ക് തീർന്നു, വില ലിറ്ററിന് 200 രൂപ കടന്നിരിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇരട്ടിയായി. ഇത് കേവലം ഒരു ഭീതിയല്ല, ലോകരാജ്യങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ മഹാപ്രളയത്തിനിടയിലും ഒരു രാജ്യം മാത്രം ശാന്തമായിരിക്കുന്നു. സംശയഭേദമന്യേ ഭാരതം. ലോകം മുഴുവൻ പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിലേക്ക് നോക്കി വിലപിക്കുമ്പോൾ ഇന്ത്യയുടെ കപ്പലുകൾ 10,000 മൈലുകൾക്കപ്പുറം ലാറ്റിൻ അമേരിക്കൻ തീരത്ത് നങ്കൂരമിടുകയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങളെ കാറ്റിൽ പറത്തി സൗദി അറേബ്യയും ഇറാഖിനെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ ആ മാസ്റ്റർ പ്ലാൻ എന്താണ്? വെനസ്വേല എന്ന എണ്ണക്കടലിൽ നിന്നും ഇന്ത്യ എങ്ങനെയാണ് വൻ ലാഭം കൊയ്യുന്നത്? ഈ വീഡിയോയിലൂടെ നമുക്കെല്ലാം മനസ്സിലാക്കാം. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയുടെ 60% പശ്ചിമേഷ്യയെ അഥവാ വെസ്റ്റ് ഏഷ്യയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നിവരാണ് നമ്മുടെ പ്രധാന വിതരണക്കാർ. എന്നാൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഹോർമൂസ് കടലെടുക്ക്, ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ 1/5 കടന്നു പോകുന്ന ഈ പാത ഇറാൻ തടസ്സപ്പെടുത്തിയാൽ സൗദി അറേബ്യക്കും UAEക്കും തങ്ങളുടെ എണ്ണ പുറത്തെത്തിക്കാൻ കഴിയില്ല. GCC രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച എണ്ണ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു എങ്കിലും വിൽക്കാൻ വഴിയില്ലാത്തതിനാൽ ഈ രാജ്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യ ഈ അപകടം മുൻകൂട്ടി കണ്ടു. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും പെട്രോളിയം മന്ത്രാലയവും ചേർന്ന് മാസങ്ങൾക്ക് മുമ്പേ ഒരു പ്ലാൻ ബി തയ്യാറാക്കിയിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള രാജ്യം സൗദി അറേബ്യ ആണ് പലരും കരുതുന്നത്. എന്നാൽ അത് തെറ്റാണ്. 1ാം സ്ഥാനത്ത് വെനസ്വേലയിലാണ്. 303 ബില്യൺ ബാരലധികം എണ്ണയാണ് ആ മണ്ണിലുള്ളത്. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിച്ച വെനസ്വേലയ്ക്ക് മേൽ വാഷിംഗ്ടൺ കടുത്ത ഉപരോധങ്ങൾ അന്ന് ഏർപ്പെടുത്തിയിരുന്നു. ആർക്കും അവിടെ നിന്നും എണ്ണ വാങ്ങാൻ അന്ന് അനുവാദമില്ലായിരുന്നു. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആഗോള വിപണിയിൽ എണ്ണയുടെ കുറവുണ്ടാക്കിയപ്പോൾ അമേരിക്കയ്ക്ക് തങ്ങളുടെ നിലപാട് മാറ്റേണ്ടി വന്നു. സ്വന്തം രാജ്യത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ വെനസ്വേലൻ എണ്ണ വിപണിയിൽ എത്തിക്കണമെന്ന് അമേരിക്ക ആഗ്രഹിച്ചു. അതോടൊപ്പം മഡൂറോയുടെ നീക്കവും എല്ലാം പിന്നെ അമേരിക്കയുടെ അവിടുത്തെ നിലപാടും എല്ലാം മാറി. ഇന്ത്യ ഈ അവസരം കൃത്യമായി വിനിയോഗിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് പോലെയുള്ള വമ്പൻ കമ്പനികൾ വഴി ഇന്ത്യ വെനസ്വേലയുമായി നേരിട്ട് ചർച്ചകൾ നടത്തി അമേരിക്കയുടെ പ്രത്യേക അനുമതിയോടെ വെനസ്വേലൻ എണ്ണ ഇന്ത്യയിലേക്ക് ഒഴുകാൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസിയായ ബ്ലൂംബർഗ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ മാസം മാത്രം 12.51 മില്യൺ ബാരൽ എണ്ണയാണ് വെനസ്വേലയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നത്. 2020 ഫെബ്രുവരിക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അളവ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ നീക്കം നടത്തിയത്? ഉപരോധങ്ങൾ നീങ്ങിയെങ്കിലും വിപണി പിടിക്കാൻ വെനസ്വേല വൻ ഡിസ്കൗണ്ടിലാണ് എണ്ണ നൽകുന്നത്. പിന്നെ ഗുണനിലവാരം. ഇന്ത്യയിലെ ആധുനിക റിഫൈനറികൾക്ക്, പ്രത്യേകിച്ചും ജാംനഗറിലെ റിലയൻസ് റിഫൈനറി, വെനസ്വേലയിലെ കടുപ്പമേറിയ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാൻ പ്രത്യേക ശേഷിയുണ്ട്. പിന്നെ തന്ത്രപരമായ നീക്കമാണ് ഇവിടെ നടന്നത്. അതായത് പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലം വിതരണം തടസ്സപ്പെട്ടാൽ രാജ്യത്ത് ഇന്ധനക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കുന്നു. വെനസ്വേല മാത്രമല്ല, ഇന്ത്യയുടെ ആയുധം റഷ്യക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ അത് ഗൗനിച്ചില്ല. ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാർ റഷ്യയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങിയതോടെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ ഇനിയും വർദ്ധിപ്പിച്ചു. അമേരിക്ക പോലും ഇന്ത്യയെ തടയാൻ മടിക്കുകയാണ്. കാരണം ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ആഗോള വിപണിയിൽ എണ്ണ വില ബാരലിന് $200 കടക്കുക. അത് ലോകത്തെ മുഴുവൻ തകർക്കും. ചുരുക്കി പറഞ്ഞ ലോകത്തിന്റെ സാമ്പത്തിക ബാലൻസ് ഇന്ന് നിലനിർത്തുന്നത് ഇന്ത്യയുടെ ഈ വാങ്ങൽ ശേഷി കൊണ്ടാണ്. സൗദി അറേബ്യ, ഇറാഖ്, UAE എന്നീ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ നീക്കം വലിയ തിരിച്ചടിയാണ്. ദശാബ്ദങ്ങളായി ഇന്ത്യയുടെ വിശ്വസ്ത വിതരണക്കാർ എന്ന പദവി അവർക്കായിരുന്നല്ലോ. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ തങ്ങളെ കൈവിട്ട് വെനസ്വേലയിലേക്കും റഷ്യയിലേക്കും നീങ്ങുന്നത് അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഇതാണ് ശരി. ഇന്ത്യൻ വിപണി പിടിച്ചു നിർത്താൻ ഇനി ഗൾഫ് രാജ്യങ്ങൾക്കും വില കുറച്ച് നൽകേണ്ടി വരും. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ കാര്യം നോക്കിയാൽ പോരെ. വെനസ്വേലയിലെ ഭരണകൂടത്തെ തകർക്കാൻ ശ്രമിച്ച അമേരിക്ക തന്നെയാണ് ഇപ്പോൾ അവരെ സഹായിക്കുന്നത്. ഇറാനെ തളയ്ക്കാൻ വെനസ്വേലയെ വളർത്തുക എന്നതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ തന്ത്രം. എന്നാൽ ഇന്ത്യ ഇവിടെ ഒരു കക്ഷിയല്ല. നമുക്ക് വേണ്ടത് കുറഞ്ഞ വിലക്കുള്ള എണ്ണയാണ്. അത് ആര് നൽകിയാലും ഇന്ത്യ വാങ്ങും. ഇന്ത്യ ഫസ്റ്റ് എന്ന നയമാണ് ഇപ്പോൾ നമ്മൾ പിന്തുടരുന്നത്. അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള വെനസ്വേലൻ എണ്ണ ഇടപാടുകൾ വഴി ഇന്ത്യ തന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കി. അതൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. പണ്ട് ലോകശക്തികൾ പറയുന്നത് കേട്ടിരുന്ന ഒരു ഇന്ത്യയെ അല്ല ഇന്നുള്ളത്. ലോകം എവിടെയൊക്കെ യുദ്ധം ചെയ്താലും ആർക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയാലും സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യത്തിന് മുൻഗണന നൽകുന്ന ഒരു ഭരണകൂടമാണ് ഇന്നുള്ളത്. പശ്ചിമേഷ്യ കത്തുമ്പോൾ ഇന്ത്യ തന്റെ കപ്പലുകളെ സുരക്ഷിതമായ തീരങ്ങളിലേക്ക്
തീരങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. ഗുജറാത്തിലെ സിക്ക തുറമുഖത്ത് അണയുന്ന ഓരോ വെനസ്വേലൻ കപ്പലും ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിന്റെ സ്മാരകങ്ങളാണ്. സാധാരണക്കാരന് പെട്രോൾ പമ്പിൽ എത്തുമ്പോൾ വലിയ ഭാരമില്ലാതെ മടങ്ങാൻ സാധിക്കുന്നത് ഈ കരുത്തുറ്റ നീക്കങ്ങൾ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ സത്യത്തിലേക്കാണ്. ആഗോള രാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ ഇന്ത്യ ഇന്ന് വെറും ഒരു കരുവായിട്ടല്ല, മറിച്ച് കളി നിർണയിക്കുന്ന, നിയന്ത്രിക്കുന്ന ഗ്രാൻഡ് മാസ്റ്ററായി മാറിയിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ മിസൈലുകൾ ആകാശത്ത് തീമഴ പെയ്യിക്കുമ്പോഴും ലോകത്തെ വൻ ശക്തികൾ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിൽ അമരുമ്പോഴും ഭാരതം തന്റെ ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. വെനസ്വേലയിൽ നിന്നുള്ള ഈ 12.51 മില്യൺ ബാരൽ എണ്ണ വെറും ഒരു കണക്കല്ല. അത് അമേരിക്കയുടെ ഉപരോധങ്ങളെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധികളെയും ഒരുപോലെ മറികടക്കാനുള്ള ഇന്ത്യയുടെ ചാണക്യതന്ത്രത്തിന്റെ തെളിവാണ്. ലോകം ഇന്ന് രണ്ട് ചേരികളായി തിരിഞ്ഞു നിൽക്കുകയാണ്. ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങളും മറുവശത്ത് അവർക്കെതിരെ നിൽക്കുന്ന ശക്തികളും. എന്നാൽ ഇന്ത്യ ഈ രണ്ടു ചേരികൾക്കിടയിലും സ്വന്തം വഴി വെട്ടി തുറക്കുന്നു. അമേരിക്കയുമായി പ്രതിരോധ കരാറുകളിൽ ഒപ്പിടുമ്പോൾ തന്നെ റഷ്യയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും വില കുറഞ്ഞ എണ്ണ വാങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ നയതന്ത്ര പക്വതയാണ് കാണിക്കുന്നത്. ലോകത്തെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവ് എന്ന നിലയിൽ ഇന്ത്യയെ പിണക്കാൻ ഒരു രാജ്യത്തിനും ഒന്നും കഴിയില്ല എന്ന യാഥാർത്ഥ്യവും സൗദി അറേബ്യയും ഇറാഖും ഇറാനും എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. GCC രാജ്യങ്ങൾ തങ്ങളുടെ വിപണി നിലനിർത്താൻ ഇനി ഇന്ത്യക്ക് കൂടുതൽ ഇളവുകൾ നൽകാൻ നിർബന്ധിതരാകും. ഇത് ആത്യന്തികമായി ഗുണം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരനാണ്. ഇന്ത്യയുടെ ഓയിൽ ഡിപ്ലോമസി ഭാവിയിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ്. ഇനി പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിച്ചാലും, ഹോർമുസ് കടലിടുക്ക് ആരടച്ചാലും ഇന്ത്യയുടെ വികസന കുതിപ്പിന് ആവശ്യമായി ഇന്ധനം തടസ്സപ്പെടില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ലാറ്റിൻ അമേരിക്കയിലെ വെനസ്വേല മുതൽ ആഫ്രിക്കൻ തീരങ്ങൾ വരെ നീളുന്ന ഇന്ത്യയുടെ എണ്ണ ശൃംഖല നമ്മുടെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടെല്ലായിട്ട് മാറും. സിക്ക തുറമുഖത്ത് അണയുന്ന ഓരോ വെനസ്വേലൻ കപ്പലും വിളിച്ചു പറയുന്നത് ഒന്ന് മാത്രമാണ്: ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. സ്വന്തം ജനതയുടെ ക്ഷേമത്തിനായി ഏത് വൻ ശക്തിയോടും വിലപേശാൻ കരുത്തുള്ള, ലോകക്രമത്തെ തന്നെ മാറ്റി എഴുതാൻ ശേഷിയുള്ള ഒരു നവഭാരതത്തിന്റെ ഉദയമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കരുത്തുറ്റ നീക്കങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മുടെ രാജ്യം സ്വീകരിച്ച ഈ തന്ത്രപരമായ നിലപാട് ശരിയല്ലേ? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.